പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത സിഒ പാലിൻഡ്രോമിക് നമ്പേഴ്സ് അഥവാ ഇരുവഴി സംഖ്യകൾ അല്ലെങ്കിൽ സമമിത സംഖ്യകൾ. വാട്ട് ഈസ് പാലിൻഡ്രോമിക് നമ്പേഴ്സ്? എന്താണ് ഇരുവഴി സംഖ്യകൾ അല്ലെങ്കിൽ എന്താണ് സമമിത സംഖ്യകൾ? നോക്കൂ, മലയാളത്തിൽ നമ്മൾ ചില പദങ്ങളൊക്കെ അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഒരേ വാക്ക് തന്നെ നമ്മൾക്ക് കിട്ടും, ഇല്ലേ? അങ്ങനെ ചില സംഖ്യകളില്ലേ? അല്ല, അങ്ങനെ ചില പദങ്ങളില്ലേ? ഉണ്ടല്ലോ. ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതെ, എന്താണ് കത്രിക, അല്ലേ? അങ്ങോട്ട് വായിച്ചാലും കത്രിക, ഇങ്ങോട്ട് വായിച്ചാലും കത്രിക, അല്ലേ? റീഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. റീഡിങ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. മുന്നോട്ട് വായിച്ചാലും പിന്നോട്ട് വായിച്ചാലും ഒരേ വാക്ക് തന്നെയാണ്, അല്ലേ? ദി സെയിം വേർഡ്. നോക്കൂ, മറ്റൊന്ന് നിങ്ങൾ പറയാ, എന്താ പറഞ്ഞോളൂ. എന്താണ്? എന്താ വായിക്കുക? സമൂസ. അത് നല്ല ഓർമ്മ വരും വേഗം. തിന്ന കാര്യല്ലേ? എന്താ ഉഷാരം അറിയോ? യെസ്, നോക്കൂ, സമൂസ. ഇങ്ങോട്ട് വായിച്ചോക്കൂ, സമൂസ. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കൂ, മലയാളത്തിൽ ഇങ്ങനെയുണ്ട്. ഇനി നമുക്കൊരു സെന്റൻസ് ചെയ്യാൻ പറയാം. നോക്കൂ, ഒന്ന് വായിച്ച എല്ലാരും വായിച്ചോളൂ. കരുതല വിറ്റ് വില തരുക. വായിച്ചോക്കൂ, കരുതല വിറ്റ് വില തരുക. കരുതല വിറ്റ് വില തരുക. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. നോക്കൂ, കത്രിക. അങ്ങോട്ട് വായിച്ചാലും കത്രിക, ഇങ്ങോട്ട് വായിച്ചാലും കത്രിക. അങ്ങോട്ട് വായിച്ചാലും സമൂസ, ഇങ്ങോട്ട് വായിച്ചാലും സമൂസ. അങ്ങോട്ട് വായിച്ചാൽ കരുതല വിറ്റ് വില തരുക. കരുതല വിറ്റ് വില തരുക. മനസ്സിലായോ? ഇങ്ങനെ പല വാക്കുകളും അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഒരേ വാക്ക് തന്നെ വായിക്കാൻ കിട്ടുന്ന ചിലതുണ്ട്, അല്ലേ? ഇത് മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലുണ്ട്. നോക്കൂ, ഇതൊന്ന് വായിച്ചു നോക്കൂ എല്ലാരും. മലയാളം, അല്ലേ? മലയാളം. ഇങ്ങോട്ട് വായിച്ചു നോക്കൂ, മലയാളം. കണ്ടോ? റീഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, ദ സെയിം വേർഡ്. ഓക്കെ, അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഒരേ വാക്കുകൾ തന്നെ കിട്ടും. ഇംഗ്ലീഷിൽ വേറെ നോക്കൂ, എന്താ വായിക്കുക? ഐ, അല്ലേ? എന്താ ഐ? EYE. ഐ, കണ്ണ്, അല്ലേ? ഇങ്ങനെ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും റീഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, ദ സെയിം വേർഡ്, അല്ലേ? അതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സംഖ്യകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ സംഖ്യകൾക്ക് ഒരു പേര് പറഞ്ഞല്ലോ, അല്ലേ? എന്താ പേര്? അതന്നെ. എന്താ പേര്? സമമിത സംഖ്യകൾ. സമമിത സംഖ്യകൾ. ഇതിന് മറ്റൊരു പേരുണ്ട്, ഇരുവഴി സംഖ്യകൾ. ഇരുവഴി സംഖ്യകൾ, സമമിത സംഖ്യകൾ അല്ലെങ്കിൽ ഇരുവഴി സംഖ്യകൾ. ഇംഗ്ലീഷിൽ എന്ത് പറയും? പാലിൻഡ്രോമിക്. പാലിൻഡ്രോമിക്. PALINDROMIC. പാലിൻഡ്രോമിക് നമ്പേഴ്സ്. മനസ്സിലായോ? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതായത് മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ ഒരേ വാക്ക് കിട്ടുന്നത് പോലെ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ ഒരേ വാക്ക് തന്നെ കിട്ടുന്നത് പോലെ ഗണിതത്തിൽ അല്ലെങ്കിൽ നമ്പറുകളിൽ അല്ലെങ്കിൽ സംഖ്യകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ കിട്ടുന്ന സംഖ്യകളെ പറ്റിയാണ്
ഇന്ന് നമ്മൾ പഠിക്കും ഗണിതത്തിലേക്ക് വരികയാണ്. ഒരു രണ്ടക്ക സംഖ്യ ആർക്കും പറയാം. പറഞ്ഞോളൂ. ആരുമില്ലേ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. നോക്കൂ 18, 18. ഇതൊരു രണ്ടക്ക സംഖ്യയല്ലേ? ആണ്. ആ രണ്ടക്ക സംഖ്യയായ 18നെ തിരിച്ചെഴുതൂ. എത്ര? 81 അല്ലേ? 81. 18നെ തിരിച്ചെഴുതിയ 81. ആ 18ഉം 81ഉം കൂട്ടി നോക്കൂ. എത്ര കിട്ടി? 8 1 9, 1 8 9, 99. 99നെ അങ്ങോട്ട് വായിച്ചാലും 99, ഇങ്ങോട്ട് വായിച്ചാലും 99. ഇനി വേറൊരു സംഖ്യ നോക്കൂ. രണ്ടാമത്തത് 36 അല്ലെ? ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം അല്ലെ? വൺസ് ടെൻസ് അല്ലെ? ഇനി വൺസ് ടെൻസും ടെൻസ് വൺസും ഒക്കെ. ഓക്കെ, 36 നമ്മൾ 63 നേരെ തിരിച്ചെഴുതി അല്ലെ? കൂട്ടി നോക്കൂ. 6 3 9, 3 6 9, 99 അല്ലെ? അങ്ങോട്ട് വായിച്ചാലും 99, ഇങ്ങോട്ട് വായിച്ചാലും 99. റെഡിയല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇനി മൂന്നാമത്തെ നോക്കൂ. മൂന്നാമത്തെ ഞാൻ വേറൊന്ന് എഴുതി. എന്താ? 26. 26ന് ഒറ്റയുടെ സ്ഥാനത്ത് 6, 10ന്റെ സ്ഥാനത്ത് 2 അല്ലെ? വൺസ് 6, ടെൻസ് 2 അല്ലെ? ഇതിന് നേരെ തിരിച്ച് 26 26 എന്നുള്ളത് നമ്മൾ 62 അല്ലെങ്കിൽ 62 കൂട്ടി നോക്കൂ. 6 + 2 6ഉം 2ഉം 8 അല്ലെ? 2 + 6 8 88. ഇങ്ങോട്ട് വായിച്ചാലും 88, അങ്ങോട്ട് വായിച്ചാലും 88. എന്താ? വേറൊന്ന് 47 47 തിരിച്ചെഴുതിയാൽ 74. ഓക്കെ, 47 74 തിരിച്ച് കൂട്ടി നോക്കുകയാണെങ്കിൽ രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ 7 + 14 7 + 4 11 അല്ലെ? 4ഉം 7ഉം 11 ബാക്കി 1 1 4 5 5ഉം 7ഉം 12 121. ഓക്കെ, 121. അങ്ങോട്ട് വായിച്ചാൽ 121 121, ഇങ്ങോട്ട് വായിച്ചാലും 121. നോക്കൂ. അപ്പൊ രണ്ടക്ക സംഖ്യകൾ അല്ലെ? രണ്ടക്ക സംഖ്യകൾ. ഒരു രണ്ടക്ക സംഖ്യയെ നേരെ തിരിച്ചിട്ടിട്ട് കൂട്ടി നോക്കുമ്പോ നമുക്ക് ഇവിടെ ഒക്കെ കിട്ടിയത് എന്താണ്? ഇതേപോലെ we are read forward and backward the same number. അതായത് മുന്നോട്ട് വായിച്ചാലും പിന്നോട്ട് വായിച്ചാലും ഒരേ സംഖ്യകളാണ് നമുക്ക് കിട്ടുക. എന്നാൽ എല്ലാ രണ്ടക്ക സംഖ്യകൾ കൂട്ടിയാൽ അങ്ങനെ കിട്ടുമോ? നമുക്ക് പരിശോധിക്കണം. ഇനി നമുക്ക് മൂന്നക്ക സംഖ്യകളിലേക്ക് ഒന്ന് വരാം. മൂന്നക്ക സംഖ്യയിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാ രണ്ടക്ക സംഖ്യകളും ഇങ്ങനെ കിട്ടുമോ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. എല്ലാ രണ്ടക്ക സംഖ്യകളും കിട്ടും. നോക്കൂ. 68 68 and 86 വൺസ് ടെൻസ് അല്ലെ? ഒറ്റ 10 1 10 ഒറ്റ 10. ഓക്കെ, രണ്ടും ആഡ് ചെയ്യുമ്പോ 8 + 6 14 അല്ലെ? 8 6ഉം 14ക്ക് 4 ബാക്കി 1 1 മാറും 7 7 8 15. നോക്കൂ എത്ര കിട്ടിയത്? 154. ശരിയായോ? ഇല്ല. കിട്ടിയോ? ഇല്ല. ഒരേപോലുള്ള കിട്ടിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ കിട്ടിയോ? കിട്ടിയില്ല. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നു. 154 നമ്മൾ തിരിച്ചിടുന്നു. 154 + 451 154 + 451 154 451. മനസ്സിലായോ? വൺസ് ടെൻസ് ഹൺഡ്രഡ്സ്. ഓക്കെ, ഒറ്റ 10 100. അത് നേരെ തിരിച്ചെന്തായി? 100 ഇവിടുത്തെ 100 ഇവിടെ ഒറ്റയായി, ഇവിടുത്തെ 10 ഇവിടെ അതേപോലെ തന്നെ, ഇവിടുത്തെ 1 ഇവിടെ 100 ആയി മാറി. ഓക്കെ, 154ഉം 451 കൂട്ടിയപ്പോ നോക്കൂ. 4 + 1 5 5 + 5 10 0 എഴുതി അല്ലെ? പിന്നെ ബാലൻസ് 1 1 1 2 2 4 6 605. അപ്പോഴും കിട്ടിയില്ല. ഇല്ലല്ലോ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? വീണ്ടും അതിനെ കൂട്ടുക. 605 നേരെ തിരിച്ച് 506. കണ്ടോ? 6 not 5 5 not 6. ഓക്കെ, രണ്ടും ആഡ് ചെയ്യാം. അപ്പോഴോ നോക്കൂ. 5 6 11ക്ക് 1 ബാക്കി 1 1 0 1 1 0 1 6 5 11 1111. ഇങ്ങോട്ട് വായിച്ചാലും 1111 1111 1111
111. മനസ്സിലായോ? അപ്പൊ എന്താ പറ്റി നമുക്ക് മനസ്സിലായത്? രണ്ടക്ക സംഖ്യകളെ, ഒരു രണ്ടക്ക സംഖ്യയെ തിരിച്ചിട്ട് കൂട്ടിയപ്പോ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ ഒന്ന് തന്നെയാവുന്ന സംഖ്യ നമുക്ക് കിട്ടി അല്ലെ? അതായത് എന്താണ് ആ സംഖ്യ? സമമിത സംഖ്യ അല്ലെ? മറ്റൊരു പേര് പറഞ്ഞോളൂ. മറ്റൊരു പേര് ഇരുവഴി സംഖ്യ. ക്ലിയർ ആയോ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പാലിൻഡ്രോമിക്. ശ്രദ്ധിക്കാം, നമുക്ക് മറ്റൊരു സംഖ്യ നോക്കാം. നോക്കൂ, 69, 69. അതിനെ നമ്മൾ തിരിച്ചിടുക. 69 തിരിച്ചിടുമ്പോ എന്താവും? 96. കണ്ടോ? ഇത് നമുക്ക് കൂട്ടി നോക്കാം. എത്ര കിട്ടും? 9 6 15ക്ക് 5. ബാക്കി പറഞ്ഞോളൂ. 1 1 9 10 10 6 16 165. 165 തിരിച്ചു വായിച്ചാലോ? 561. മനസ്സിലായോ? കിട്ടിയോ? കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു നോക്കാം അല്ലെ? തിരിച്ചു കൊടുക്കാം. 165 പ്ലസ് എത്ര? തിരിച്ചു പറഞ്ഞോളൂ. 561. കൂട്ടി നോക്കാം. ഓക്കെ, 5 1 6 6 6 12ക്ക് 2 ബാക്കി 1 1 1 2 2 5 7 അല്ലെ? 5 plus 1 6 6 plus 6 12 2 എഴുതും അല്ലെ? ബാലൻസ് 1 1 plus 1 2 2 plus 5 7 726 അല്ലെ? 726. അങ്ങോട്ട് വായിച്ചാലോ? 627. ശരിയായോ? ഇല്ല. നമുക്ക് വീണ്ടും തിരിച്ചു നോക്കാം. 627 കണ്ടോ? 627 ആഡ് ചെയ്യാം അല്ലെ? കൂട്ടി നോക്കാം. 6 7 13ക്ക് 3 ബാക്കി 1 1 1 2 3 3 2 5. ഓക്കെ, അടുത്തത് 7 6 13. 1353 അല്ലെ? ഇങ്ങോട്ട് വായിക്കുമ്പോഴോ? 3531. ശരിയായോ? ഇല്ല. നമുക്ക് വീണ്ടും ചെയ്യാം. നോക്കൂ, 3 5 3 1. നോക്കൂ, 3 plus 1 4 5 plus 3 8 3 plus 5 8 1 plus 4 4884. തിരിച്ചു വായിച്ചാൽ 4884. 4884. 4884. ഓക്കെ, ശരിയല്ലേ? ശരിയായി. അപ്പൊ നോക്കൂ, നമ്മൾ എന്താ ഇവിടെ മനസ്സിലാക്കുന്നത്? രണ്ടക്ക സംഖ്യകൾ അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചെഴുതി കൂട്ടുമ്പോ നമുക്ക് ഇരുവഴി സംഖ്യകൾ അല്ലെങ്കിൽ പോളിൻഡ്രോമിക് നമ്പേഴ്സ് അല്ലെങ്കിൽ സമമിത സംഖ്യകൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? ചിലപ്പോ ഒരു വട്ടം കൂട്ടിയാൽ കിട്ടൂല, അത് വീണ്ടും കൂട്ടിയാൽ അപ്പൊ കിട്ടും, അല്ലെങ്കിൽ വീണ്ടും കൂട്ടിയാൽ കിട്ടും, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് വരെ നമ്മൾ പോകാം. മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏത് സംഖ്യകൾ തല തിരിച്ചിട്ടാൽ ഇങ്ങനെ കിട്ടുമോ? കിട്ടണ്ടേ? പക്ഷേ 196 എന്ന ഒരു സംഖ്യ 70 കോടി തവണ കൂട്ടിയിട്ടും അത് ഇരുവഴി സംഖ്യയിൽ എത്തിയിട്ടില്ല. മനസ്സിലായോ? അപ്പൊ എത്താത്ത സംഖ്യകളുണ്ട്, എന്നാൽ എത്തുന്ന സംഖ്യകളും ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ഇന്നത്തെ പാഠം, what is our lesson, what is our CO ഇന്നത്തെ today what is our CO? The palindromic numbers അല്ലേ? What is palindromic numbers? We read the number forward and backward, the same number. മുന്നോട്ട് വായിച്ചാലും പിന്നോട്ട് വായിച്ചാലും ഒരേ സംഖ്യ തന്നെയാണെങ്കിൽ ആ സംഖ്യക്ക് പറയുന്ന പേരാണ് സമമിത സംഖ്യ അല്ലെങ്കിൽ ഇരുവഴി സംഖ്യ അല്ലെങ്കിൽ പോളിൻഡ്രോമിക് സംഖ്യ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറയാൻ പോണത് ഓരോ സംഖ്യകളിലും അല്ലെങ്കിൽ ഇപ്പൊ നോക്കൂ, ഒരക്ക സംഖ്യ
പിന്നെ രണ്ടക്ക സംഖ്യ, പിന്നെ മൂന്നക്ക സംഖ്യ അല്ലെ, 1 ഡിജിറ്റ്, 2 ഡിജിറ്റ്, 3 ഡിജിറ്റ്സ്, 4 ഡിജിറ്റ്സ്. ആ സംഖ്യകളൊക്കെ നമുക്കറിയാം അല്ലെ. ദി സ്മാൾ 1 ഡിജിറ്റ് നമ്പർ ഈസ് 1. ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ 1. ദി ലാർജസ്റ്റ് അല്ലെ 1 ഡിജിറ്റ് നമ്പർ ഈസ് 9. ഏറ്റവും വലിയ ഒരക്ക സംഖ്യയാണല്ലോ 9. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരക്ക സംഖ്യകളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതൊക്കെ ഏതാണ് പോളിൻഡ്രോമിക് നമ്പേഴ്സ്. എന്താ, 1 അങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് വെച്ചാൽ 1 തന്നെയാണ്, 2 അങ്ങോട്ട് വായിച്ചാൽ ഇങ്ങോട്ട് വായിച്ചാൽ 2 തന്നെയാണ് അല്ലെ. റീഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് അല്ലെ, അങ്ങോട്ട് ഇങ്ങോട്ട് വായിച്ചാലും ഇതൊക്കെ എന്തെന്നെയാണ്, പോളിൻഡ്രോമിക് സംഖ്യകളാണ്, ഇരുവഴി സംഖ്യകളാണ്. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കാം. ഇപ്പോ ഒരക്ക സംഖ്യകൾ 1 മുതൽ 9 വരെ സമമിത സംഖ്യകളാണ്. മനസ്സിലായോ? ഇനി നമുക്ക് നോക്കേണ്ടത് രണ്ടക്ക സംഖ്യ, അതായത് 10 മുതൽ ഏതുവരെയാണ് രണ്ടക്ക സംഖ്യ? 10 മുതൽ 99 വരെ അല്ലേ. ഏതൊക്കെ ഉണ്ടാകും നോക്കൂ. 11 അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും 1 തന്നെയാണ് അല്ലേ. അതേപോലെ വേറെ പറയാൻ പറ്റുമോ? 22 22 അല്ലേ. അടുത്തത് 33, then 44, അടുത്തത് 55, 66, 77, 88, 99 അല്ലേ. 11, 22, 33, 44, 55, 66, 77, 88, 99. അങ്ങോട്ട് വായിച്ചു നോക്കൂ. ഫോർവേഡ് റീഡ്. ഇങ്ങോട്ട് വായിച്ചു നോക്കൂ. 1 തന്നെയല്ലേ. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരക്ക സംഖ്യകൾ എത്ര ഇരുവഴി സംഖ്യകളുണ്ട്? 9 ഉണ്ട് അല്ലേ. 9. അങ്ങനെയാണെങ്കിൽ രണ്ടക്ക സംഖ്യ 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഹൗ മെനി പോളിൻഡ്രോമിക് നമ്പേഴ്സ് ഇൻ 2 ഡിജിറ്റ് നമ്പേഴ്സ്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനിയുണ്ടോ? 11, 22, 33, 34, 55, 66, 67, 77, 88, 99. 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ 9 ഉണ്ട് അല്ലേ. ഇനി ഇതുപോലെ നമുക്ക് പിന്നെ ഇവിടെ നമ്മൾ 99. ഇനി 100 മുതൽ ശ്രദ്ധിക്കുക, 100 മുതൽ 200 വരെ, അതേപോലെ 200 മുതൽ 400 വരെ, 400 മുതൽ 500 വരെ, 500 മുതൽ 600 വരെ. അതായത് ഇവിടെ എന്താ ഇതിന്റെ പ്രത്യേകത? എന്താ, ഇത് 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആണ് അല്ലെ. ഇതൊക്കെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലെ. 3 ഡിജിറ്റ് നമ്പേഴ്സ് എവിടെ വരെ വരുന്നത്? 100 മുതൽ 999 വരെ 3 ഡിജിറ്റ് നമ്പറാണ് അല്ലെ. 1000 കടന്നാൽ 1000-ലെത്തുമ്പോ എന്തായി? 4 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 4 അക്ക സംഖ്യ വന്നു. ഇതൊക്കെ 3 അക്ക സംഖ്യകളാണ് അല്ലെ. അപ്പൊ നമുക്ക് രണ്ടക്ക സംഖ്യകൾ ശ്രദ്ധിക്കുക. രണ്ടക്ക സംഖ്യകൾ 11 മുതൽ 99 വരെയാണ്. 10 മുതൽ അല്ലെ, 10 മുതൽ 99 വരെയാണ് എന്ത്? രണ്ടക്ക സംഖ്യകൾ അല്ലെ. ആ രണ്ടക്ക സംഖ്യകളിലെ സമമിത സംഖ്യകളാണ് ഈ കണ്ടതൊക്കെ അല്ലെ. ഇതുപോലെ നമുക്ക് ഇത് രണ്ടക്ക സംഖ്യകളില്ല. ഇനി നമുക്ക് 3 അക്ക സംഖ്യകളിലും 4 അക്ക സംഖ്യകളിലും 5 അക്ക സംഖ്യകളിലും ഒക്കെ എത്ര പോളിൻഡ്രോമിക് സംഖ്യകളുണ്ട്? മനസ്സിലാണ്ടോ? സമമിത സംഖ്യകളുണ്ട് അല്ലെങ്കിൽ ഇരുവഴി സംഖ്യകളുണ്ട് എന്ന് പറയുന്നത് കണ്ടെത്താം. ഒരക്ക സംഖ്യകളിൽ 9 സമമിത സംഖ്യകളുണ്ട് അല്ലെ. അതേപോലെ രണ്ടക്ക സംഖ്യകളിലും 9 സമമിത സംഖ്യകളുണ്ട്. ഇനി നോക്കൂ, 3 അക്ക സംഖ്യകളിൽ, 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ എവിടുന്ന് തുടങ്ങും? 3 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 100 മുതൽ 999 വരെ അല്ലെ. 100 to 999 അതുവരെ
3 ഡിജിറ്റ്സ് നമ്പേഴ്സ് ആണ്. അതിനിടയിൽ എത്ര ഉണ്ടാവും? നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം, നോക്കാം. 100 മുതൽ 200 വരെ എത്ര സമമിത സംഖ്യകളുണ്ട്? 100 മുതൽ 200 വരെ നോക്കൂ. 100 മുതൽ 101, അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും 101, 101, 111, 111, 121, 121, 131, 141, 151, ഇങ്ങോട്ട് വായിച്ചാലും 151. ഓക്കെ അല്ലേ? 161, 171, 181, 191. എത്ര ഉണ്ട് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എത്ര? 10 അല്ലേ? അപ്പോ 100 പിന്നെ 100നും 200നും ഇടയിൽ എത്ര സമമിത സംഖ്യകളുണ്ട്? 10 ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, 200നും 300നും ഇടയിൽ 10 ഉണ്ടാവും. 100നും 200നും ഇടയിൽ 10, 200നും 300നും ഇടയിൽ 10, 300നും 400നും ഇടയിൽ 10, 400നും 500നും ഇടയിൽ 10, 500നും 600നും ഇടയിൽ 10, 600നും 700നും ഇടയിൽ 10, 700നും 800നും ഇടയിൽ 10, 800നും 900നും ഇടയിൽ 10. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ 900നും 1000നും ഇടയിലും 10. അപ്പൊ എത്ര വരും? 90 സംഖ്യകൾ വരും. മനസ്സിലായോ? 100നും 200നും ഇടയിൽ 10, 200നും 300നും ഇടയിൽ 10, 300നും 400നും ഇടയിൽ 10. അങ്ങനെ നോക്കുമ്പോ ആകെ എത്രയാണ് വരുന്നത്? 90 സമമിത സംഖ്യകളാണ് ഏതിൽ വരുന്നത്? 3 ഡിജിറ്റ് നമ്പേഴ്സിൽ വരുന്നത്. മനസ്സിലായോ? ഹൗ മെനി പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഇൻ 3 ഡിജിറ്റ്സ് നമ്പേഴ്സ്? എത്ര? 90 അല്ലേ? യെസ്. ഇനി നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ടീച്ചർ ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യമാണ്, 4 അക്ക സംഖ്യകൾ അല്ലെ, 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1000 to 9999 അല്ലെ? ഇതിനിടയിൽ എത്ര സമമിത സംഖ്യകൾ ഉണ്ടാകും? ഏത്? 4 ഡിജിറ്റ്സ്. ഹൗ മെനി പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഇൻ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആൻഡ് ഹൗ മെനി പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഇൻ 5th ഡിജിറ്റ് നമ്പേഴ്സ്? 5th ഡിജിറ്റ് നമ്പർ അതായത് 5. നോക്കൂ, 5 അക്ക സംഖ്യകൾ അല്ലെ? 5 അക്ക സംഖ്യകൾ എവിടുന്നാ തുടങ്ങുന്നത്? ഒറ്റ, 10, 100, 1000, 10000 അല്ലെ? 10,000 to 99,999. അതായത് 10,000 മുതൽ 99,999. മനസ്സിലായോ? അപ്പൊ ഇതാണ് 5 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെ? അപ്പൊ നമ്മളുടെ ചോദ്യം ഇതാണ്, 5 അക്ക സംഖ്യകളിൽ അല്ലെങ്കിൽ 5 ഡിജിറ്റ് നമ്പേഴ്സിൽ എത്ര സമമിത സംഖ്യകൾ ഉണ്ടാകും? നേരൊരു ചോദ്യം, ഹൗ മെനി പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഇൻ 4 ഡിജിറ്റ് നമ്പേഴ്സ്? എത്ര സമമിത സംഖ്യകളാണ് 4 അക്ക സംഖ്യകളിൽ ഉണ്ടാവുക? അതേപോലെ ഹൗ മെനി പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഇൻ 5 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 10,000നും 99,999 ഇടയിൽ എത്ര സമമിത സംഖ്യകളുണ്ട്? ഇത് കണ്ടെത്താനുള്ള ഒരു ഡ്യൂട്ടി നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇനി ആവർത്തിച്ച സമയങ്ങളെ ഉണ്ടല്ലോ, വേണ്ട. അപ്പൊ നമ്മൾ പറയണത് നിങ്ങൾക്ക് ഇനി ഒരു വർക്ക്ഷീറ്റ് തരികയാണ്. ആ വർക്ക്ഷീറ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ പറയണം. വർക്ക്ഷീറ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾ ചെയ്യേണ്ട സമമിത സംഖ്യകളും എണ്ണവും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദി ടേബിൾ. Complete the table with palindromic numbers and numbers. അത് ഏതൊക്കെയാണ് പാലിൻഡ്രോമിക് നമ്പറുകൾ എന്ന് നോക്കണം. അതിന്റെ നമ്പറുകൾ എണ്ണവും എഴുതണം. നോക്കൂ, 3 കോളങ്ങളായിട്ടാണ് വർക്ക്ഷീറ്റ് തരുന്നത്. അതിൽ ഒന്നാമത്തെ ബിറ്റ്വീൻ 1 and 10, 1നും 10നും ഇടയിൽ ഏതെല്ലാം സമമിത സംഖ്യകളുണ്ട്, ഏതെല്ലാം പാലിൻഡ്രോമിക് നമ്പേഴ്സുകളുണ്ട്, ആ നമ്പറുകളൊക്കെ എഴുതണം. ഇതിവിടെ നമുക്ക് എഴുതാൻ പറ്റും, 1 മുതൽ 9 വരെ എഴുതാം അല്ലെ? അതേപോലെ പിന്നെ 10നും 100നും ഇടയിൽ ഏതൊക്കെ സംഖ്യകളുണ്ട്, പിന്നെ 100,
between 100 and 200, between 200 and 300, between 300 and 400, അതായത് പിന്നെ 300 400 ഇടയിൽ 400 500 ഇടയിൽ ഇങ്ങനെയുള്ള നമ്പറുകൾ ഏതൊക്കെയാണെന്ന് ഈ കള്ളിയിൽ എഴുതണം. ആ നമ്പറുകളുടെ എണ്ണം എഴുതണം. ഓക്കെ, അതിന് ലാസ്റ്റ് 2 കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഈ 4 അക്ക സംഖ്യകൾ, അതായത് 1000-നും 99,900 ഇടയിൽ ആ സംഖ്യകൾ മുഴുവൻ ഇവിടെ കണ്ടെത്തി എഴുതണ്ട. പക്ഷെ എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതും. ഹൗ മെനി പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഇൻ 4 ഡിജിറ്റ് നമ്പേഴ്സ്. പിന്നെ ഹൗ മെനി പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഇൻ 5th ഡിജിറ്റ് നമ്പർ. 5 അക്ക സംഖ്യകളിൽ എത്ര ഉണ്ട്? 6 അക്ക സംഖ്യകളിൽ എത്ര ടോട്ടൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ വർക്ക്ഷീറ്റ് ഇന്ന് തന്നെ നിങ്ങൾക്ക് തരാണ്. ഇത് നോക്കിയിട്ട് നന്നായി പഠിച്ച് ഇതിന്റെ ഉത്തരം എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ അല്ലേ? കഴിഞ്ഞ ക്ലാസിന്റെ വർക്ക്ഷീറ്റ് ഒരുപാട് ആളുകൾ അയച്ചു തന്നു. അത് അയച്ചു തരാത്ത ആളുകൾ അത് അയച്ചു തരണം. അതിന് മുമ്പുള്ള ഏതെങ്കിലും വർക്ക്ഷീറ്റുകൾ ആരെങ്കിലും അയച്ചു തരാനുണ്ടെങ്കിൽ യു മസ്റ്റ് നിർബന്ധമായിട്ടും you complete the worksheets and send me. ഓക്കെ പോലെ. അവ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ.